ഹായ്. നമ്മൾ സ്പിരിച്വലി ഗ്രോ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞൊരു കാര്യത്തിന് ലൈഫിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കേട്ടിരിക്കേണ്ട ഒരു കാര്യമാണിത്. അതായത് നമ്മൾ ഗ്ലോബലി നോക്കിക്കഴിഞ്ഞാൽ ഏത് റിലീജിയൻ ആണെങ്കിലും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ് ഗോഡ് ഈസ് ലവ്, ദൈവം സ്നേഹമാണെന്നുള്ളത്. അപ്പോൾ ദൈവം സ്നേഹമാണെന്ന് അംഗീകരിക്കുമ്പോൾ ഈ സ്നേഹത്തിൻ്റെ എക്സ്പ്രഷൻ പലതരത്തിലുണ്ട്. അപ്പോൾ അതിൽ പറയുന്നൊരു കാര്യമാണ് ലിസണിങ് ഈസ് ദി ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് ലവ്. അതുപോലെ ലിസണിങ് ഈസ് ദി ഫസ്റ്റ് ഡ്യൂട്ടി ഓഫ് ലവ് എന്നുള്ളത്. അതായത് ജർമ്മൻ അമേരിക്കൻ ഫിലോസഫറും തിയോളജിസ്റ്റുമായ പോൾ ടിലിച്ചാണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റാണ്. പക്ഷേ ഇത് ആളുകൾ വളരെയധികം സ്വീകരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ്, കാരണം ശരിയാണെന്നുള്ള രീതിയിൽ. അപ്പോൾ വളരെ ശരിയായൊരു സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ്. കാരണം നമുക്ക് ഒരാളെ സ്നേഹത്തിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുമ്പോൾ അയാളെ നന്നായിട്ട് കേൾക്കുക എന്നുള്ളത് തന്നെയാണ്. കാരണം അത് ഇറ്റ്സ് എ സൈൻ ഓഫ് റെസ്പെക്റ്റ്, ഇറ്റ്സ് എ സൈൻ ഓഫ് അക്സെപ്റ്റൻസ്. അപ്പോൾ അങ്ങനെയുള്ള ലവിൻ്റെ വളരെ ഡീപ്പായിട്ടുള്ള എക്സ്പ്രഷൻസ് വരുന്നത് നമ്മളൊരാളെ ലിസൺ ചെയ്യുമ്പോഴാണ്. അപ്പോൾ ലിസണിങ് എന്ന് പറയുമ്പോൾ നമ്മളതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പലതരത്തിലുള്ള ലിസണിങ് ഉണ്ട്. അപ്പോൾ ഏത് തരത്തിലുള്ള ലിസണിങ് ആണ് എ റൈറ്റ് എക്സ്പ്രഷൻ ഓഫ് ലവ് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കണം. കാരണം ലിസണിങ് പലതരത്തിലുണ്ട്. ആക്റ്റീവ് ലിസണിങ് ഉണ്ട്, പാസീവ് ലിസണിങ് ഉണ്ട്, കോംപ്രഹെൻസീവ് ലിസണിങ് ഉണ്ട്, അതേപോലെ ക്രിട്ടിക്കൽ ലിസണിങ് ഉണ്ട്, പാസീവ് ലിസണിങ് ഉണ്ട്, റിഫ്ലക്റ്റീവ് ലിസണിങ് ഉണ്ട്, സെലക്റ്റീവ് ലിസണിങ് ഉണ്ട്, എംപത്തറ്റിക്കൽ ലിസണിങ് ഉണ്ട്. അതായത് സഹാനുഭൂതിയോടെ ഒരാളെ കേൾക്കുക എന്നുള്ളത്. അപ്പോൾ എല്ലാ ലിസണിങ്ങും ഈസ് നോട്ട് എ എക്സ്പ്രഷൻ അല്ലെങ്കിൽ ഓഫ് ലവ്, അല്ലെങ്കിൽ ഈസ് നോട്ട് എ ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് ലവ്. കാരണം നമ്മൾ വളരെ ക്രിട്ടിക്കൽ ലിസണറായ ഒരു വ്യക്തിയാണെങ്കിൽ ഒരാളെ കേൾക്കുമ്പോൾ അയാളെ ക്രിട്ടിസൈസ് ചെയ്ത് എല്ലാത്തിനും ക്രിട്ടിസൈസ് ചെയ്ത് കേൾക്കുന്ന ഒരാളാണെങ്കിൽ ദാറ്റ്സ് നോട്ട് എ സൈൻ ഓഫ് ലവ്. അല്ലെങ്കിൽ ഒരു പാസീവ് ലിസണർ ആണെങ്കിൽ അയാൾക്ക് വേണ്ടത്ര അറ്റൻഷനും ശ്രദ്ധയൊന്നും കൊടുക്കാതെ നമ്മൾ നമ്മുടെ കാര്യത്തിൽ തന്നെ മുഴുകിക്കൊണ്ട് കേൾക്കുന്ന ഒരാളാണെങ്കിൽ ദാറ്റ്സ് നോട്ട് എ സൈൻ ഓഫ് ലവ്. ബട്ട് എംപത്തറ്റിക്കൽ ലിസണിങ് ആണ് ഇറ്റ്സ് എ സൈൻ ഓഫ് ലവ്. അതായത് സൈക്കോളജിയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു തെറാപ്പി കൊടുക്കുമ്പോൾ സൈക്കോളജിസ്റ്റ് അവർ ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ലിസണിങ് ആണ്, എംപത്തറ്റിക്കൽ ലിസണിങ് ആണ്. കാരണം എംപത്തറ്റിക്കൽ ലിസണിങ്ങിനെ തെറാപ്യൂട്ടിക്കൽ ലിസണിങ് എന്നും കൂടി പറയും. കാരണം ഒരാൾക്ക് ഒരു തെറാപ്പി ലഭിച്ചൊരു അനുഭവം, ഹീലിംഗ് ലഭിച്ച അനുഭവം, സൗഖ്യം, ആന്തരിക സൗഖ്യം ലഭിച്ചൊരു അനുഭവം കിട്ടുന്നത് എംപത്തറ്റിക് ലിസണിങ് കിട്ടുമ്പോഴാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലവ്, സ്നേഹത്തിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഒരാളെ എംപത്തറ്റിക്കലായിട്ട് അയാളെ ക്രിട്ടിസൈസ് ചെയ്യാതെ, അല്ലെങ്കിൽ അയാൾക്കൊരു വാല്യൂ കൊടുക്കാതെ, അല്ലെങ്കിൽ അയാൾ പറയുന്നതിനൊരു സ്പേസ് കൊടുക്കാതെ നമ്മൾ കേൾക്കുന്നതല്ല, ബട്ട് എംപത്തറ്റിക്കൽ ലിസണിങ്. അപ്പോൾ നമ്മളൊരു എംപത്തറ്റിക്കൽ ലിസണിങ് സ്കില്ലുള്ള ഒരു വ്യക്തിയാണോ എന്ന് എങ്ങനെ തിരിച്ചറിയാമെന്ന് വെച്ചാൽ നമ്മളെല്ലാ പ്രാവശ്യവും നമ്മൾ മറ്റുള്ളവർ ലിസൺ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ അവരോട് ഫീഡ്ബാക്ക് ചോദിക്കുക. നിങ്ങൾക്ക് എന്നോട് സംസാരിച്ചിട്ട് എങ്ങനെ തോന്നി എന്നുള്ളത്, നിങ്ങൾക്ക് നന്നായിട്ട് സംസാരിക്കാൻ പറ്റുമോ, ഞാൻ നന്നായിട്ട് നിങ്ങളെ ശ്രദ്ധിച്ചതായിട്ടും നന്നായിട്ട് നിങ്ങളെ കേട്ടതായിട്ടും നിങ്ങൾക്ക് അനുഭവപ്പെട്ടോ എന്ന് ചോദിക്കുക. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ലിസണിങ് സ്കില്ല് വർദ്ധിപ്പിക്കാൻ പറ്റും, നല്ലൊരു എംപത്തറ്റിക് ലിസണർ ആവാൻ സാധിക്കും. താങ്ക് യു.